KTDCക്ക് കീഴിലുള്ള ഹോട്ടൽ ചൈത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളിലെ വീഴ്ചയിൽ ഗുരുതര കുറ്റം ചുമത്തിയ ഉദ്യോഗസ്ഥരുടെ കുറ്റം ലഘൂകരിച്ച് നൽകി സർക്കാർ ഉത്തരവ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുമെതിരായ നടപടി താക്കീതാക്കി മാറ്റി. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ 2.86 കോടിയുടെ നഷ്ടമെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയത്. KR സാജു ചേരുന്നു. സാജു, ഇതിപ്പോ എങ്ങനെയാണ് ലഘൂകരിച്ചിരിക്കുന്നത്? ധന്യ, KTDCക്ക് കീഴിലുള്ള ഹോട്ടൽ ചൈത്രത്തിന്റെ 52 മുറികളുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ട് എന്ന് വിജിലൻസ് അടക്കം കണ്ടെത്തിയിരുന്നു. തുടർന്ന് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീബ എസ് കല്ലുവട്ടം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത KK എന്നിവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾക്കായി കുറ്റപത്രവും അടക്കം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ അതിനെ ഒരു താക്കീതാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. സെൻഷർ നടപടിയാക്കി ചുരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനായി വിശദീകരിക്കുന്ന കാരണം എന്ന് പറഞ്ഞത്, നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിരുന്നില്ല എന്ന് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും വാദം സർക്കാർ അംഗീകരിക്കുകയാണ്. മാത്രമല്ല, നിർമ്മാണത്തിലെ അപാകതകളെല്ലാം കരാറുകാരൻ സ്വന്തം ചെലവിൽ പരിഹരിച്ചെന്നും ഇതിനാൽ KTDCക്കോ സർക്കാരിനോ അധിക ബാധ്യത വരുത്തിയിട്ടില്ല എന്ന നിലപാടിലേക്കാണ് സർക്കാർ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം നടത്തിയ പരിശോധനാ സമയത്ത് മുറികളിലും ടോയ്ലറ്റുകളും നല്ല നിലയിലായിരുന്നു എന്ന റിപ്പോർട്ട് നൽകിയതും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ സർക്കാരിന് നിർണായകമായി. എന്നാൽ ഇത് സംബന്ധിച്ച് നേരത്തെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയിരുന്നു. നിർമ്മാണത്തിലെ പിഴവ് കാരണം കെട്ടിടത്തിൽ വ്യാപകമായ ചോർച്ചയും ടോയ്ലറ്റ് സംവിധാനത്തിൽ തകരാറുകൾ സംഭവിച്ചുവെന്ന് KTDC നിയോഗിച്ച കമ്മിറ്റിയും കണ്ടെത്തി. തുടർന്നായിരുന്നു സർക്കാർ നിർദ്ദേശപ്രകാരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷണം നടത്തിയത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. കൃത്യമായ മേൽനോട്ടം ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. PWD മാനുവലിന് വിരുദ്ധമായി അളവുകൾ രേഖപ്പെടുത്തിയും ബില്ലുകൾ പാസാക്കി നൽകിയെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. നവീകരണ പ്രവർത്തികൾ നീണ്ടുപോയത് വഴി ഏകദേശം 9 മാസക്കാലം മുറികൾ വാടകയ്ക്ക് നൽകാതെ കഴിയാതെ വന്നതിനാൽ സർക്കാർ ഖജനാവിന് 2.86 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയിരുന്നു എന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ ഈ 2 ഉദ്യോഗസ്ഥർക്കും എതിരായ കുറ്റപത്രത്തിലെ നടപടികൾ ലഘൂകരിച്ചുകൊണ്ട് അതിനെ താക്കീതാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് സർക്കാർ പറയുന്ന ഒരു കാരണം, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആവശ്യമുള്ള ജീവനക്കാരില്ലാത്തത് കൊണ്ടാണ് കൃത്യമായി മേൽനോട്ടം ഈ ഉദ്യോഗസ്ഥർക്ക് വഹിക്കാൻ കഴിയാതെ പോയത് എന്നാണ്. അത് അവരുടെ വാദമാണ്. ആ വാദം സർക്കാർ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടി ലഘൂകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. പക്ഷേ ഈ വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രകാരം 2.86 ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ധന്യ.